നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ ആറളം ഫാമിൽ മിന്നലേറ്റ് കള്ളുചെത്ത് തൊഴിലാളി മരിച്ചു. മരിച്ചത് ആറളം പുനരധിവാസ മേഖലയിലെ 12-ാം ബ്ലോക്കിൽ താമസിക്കുന്ന രാജീവൻ. കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം PV രാഘവലു. അടിയന്തരാവസ്ഥയേക്കാൾ ഗൗരവതരമാണ് കഴിഞ്ഞ 11 വർഷമായി തുടരുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്നും PV രാഘവലു. പണ്ട് ഹറാമായത് പലതും ഇന്ന് ഹലാലാവുകയാണെന്ന് KP മോഹൻ MLA. ലഹരി എന്ന ഹറാമിനെതിരെയാണ് ലോകം യുദ്ധം ചെയ്യേണ്ടതെന്നും MLA. വാർത്തകൾ വിശദമായി. ആറളം ഫാമിൽ മിന്നലേറ്റ് കള്ളുചെത്ത് തൊഴിലാളി മരിച്ചു. ആറളം പുനരധിവാസ മേഖലയിലെ 12-ാം ബ്ലോക്കിൽ താമസിക്കുന്ന രാജീവനാണ് മരിച്ചത്. 1-ാം ബ്ലോക്കിൽ കള്ള് ചെത്തുന്നതിനിടയിലാണ് ഇടിമിന്നലേറ്റത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കർണാടക വനമേഖലയിൽ ഉരുൾ പൊട്ടിയതായും സംശയം. പഴശ്ശി ബാരേജിലെ ഷട്ടറുകൾ ഏത് സമയവും ക്രമീകരിക്കേണ്ടി വരുന്നതിനാൽ വളപട്ടണം പുഴയുടെ ഇരു കരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പഴശ്ശി ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കൂട്ടുപുഴ ഭാഗത്ത് പുഴകളിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ പഴശ്ശി ബാരേജിലെ ഷട്ടറുകൾ ഏതു സമയവും ക്രമീകരിക്കേണ്ടി വരുന്നു. അതിനാൽ തന്നെ വളപട്ടണം പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പഴശ്ശി ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടൽ ഉള്ളതായി സംശയിക്കുന്നതിനാൽ ആളുകൾ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. അതിനിടെ അയ്യങ്കുന്ന് വില്ലേജിൽ പാലത്തുംകടവിൽ ഭാരപ്പോൾ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കനാൽ കവിഞ്ഞൊഴുകി 4 വീടുകളിൽ വെള്ളം കയറി. 3 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും 1 കുടുംബത്തെ അയൽവീട്ടിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. പഴശ്ശി ഡാം ഷട്ടർ ഉയർത്തിയതിനെ തുടർന്ന് ചാവശ്ശേരി വില്ലേജിൽ കോളാരി മണ്ണൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്ന് പുഴയോരത്തെ വയലിൽ വെള്ളം കയറി. നിലവിൽ വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയില്ല. കൊട്ടാരം പെരിയത്തൂരിൽ റോഡിലും വെള്ളം കയറി. പടിയൂർ വില്ലേജിൽ പെടയങ്ങോട്ട് പുഴക്കരയിലെ അംഗൻവാടിയുടെ മുറ്റം വരെയും വെള്ളം കയറിയിട്ടുണ്ട്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം PV രാഘവലു പറഞ്ഞു. 1975-ലെ അടിയന്തരാവസ്ഥയേക്കാൾ ഗൗരവതരമാണ് കഴിഞ്ഞ 11 വർഷമായി തുടരുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരിയിൽ കണ്ണൂർ പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച ജനാധിപത്യ സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആൾക്കൂട്ട കൊലപാതകങ്ങളും ബുൾഡോസ് രാജ്യമാണ് രാജ്യത്ത് ഇന്ന് നടക്കുന്നത്. കേരളത്തിൽ LDF സർക്കാരിനെതിരെ കോൺഗ്രസ് BJP അവിശുദ്ധ ബന്ധമാണ് സർക്കാരിനെ ദുർബലമാക്കാൻ ശ്രമിക്കുന്നതെന്നും PV രാഘവലു പറഞ്ഞു. കേരളത്തിലെ LDF ഭരണം രാജ്യത്തിന് വലിയ പ്രതീക്ഷയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. The strength of the left in Kerala, the fact it continues in government is not just important for the development and welfare of the state. It holds national significance. It is not for the sake of helping the Kerala people. We have to do that. But for the sake of the protection of the country also, for the sake of protection of democracy, secularism and equality, social welfare of the country people also. The winning of left front here is as important as in the past. Because in today's India, when democracy is utter siege, when secularism is being torn apart, when social justice is being trampled, and federalism is being hollowed out, it is the CPM that stands as a consistent and courageous defender of these values. While others compromise, the CPM has stood firm, and while the Congress has wavered,
the left has fought back. That's why defending left-front government matters not just to the people of Kerala, but to the future of the country as a whole. കണ്ണൂർ പാട്ടിൻഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച ജനാധിപത്യ സംരക്ഷണ സംഗമം തലശ്ശേരി ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥയിൽ പോലീസ് ഗുണ്ടാമർദ്ദനവും ജയിൽവാസവും അനുഭവിച്ച ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 360 പേരെ ചടങ്ങിൽ ആദരിച്ചു. മിസ തടവുകാരനായിരുന്ന മുതിർന്ന CPI നേതാവ് KP സഹദേവൻ, T കൃഷ്ണൻ എന്നിവരും ചടങ്ങിൽ ആദരം ഏറ്റുവാങ്ങി. Advocate PK Vijay, CV Rajan, Satya, RDM, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അധ്യക്ഷനായി. മറുഭാഗത്ത് ഗുണ്ടകളുടെ വിളയാട്ടം, ഗുണ്ടാസംഘങ്ങൾ എന്തൊക്കെ സംഭവം ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ മുന്നിലിരിക്കുന്ന പോരാളികളായിട്ടുള്ള സഖാക്കളും ആ അടിയന്തരാവസ്ഥ ഘട്ടത്തെ മുറിച്ച് കടന്നവരാണ് നമ്മൾ. പന്തക്കപ്പാറ ദിനേശ് കമ്പനിക്ക് നേരെ ബോംബെറിഞ്ഞിട്ട് കുളങ്ങരത്ത് രാഘവനെ കൊലപ്പെടുത്തിയതുൾപ്പെടെ എത്രമാത്രം സംഭവങ്ങൾ, അവങ്ങുപോയില് ജോസ് ദാമോദര രക്തസാക്ഷികൾ ഉൾപ്പെടെ എത്രമാത്രം സഖാക്കളെ കൊന്നുകളഞ്ഞു, എത്രമാത്രം സംഭവങ്ങൾ. വായനശാല, വെള്ളശ്ശേരി വായനശാല കത്തിച്ചതിന്റെ അനുഭവം അവിടെ പുറത്തുള്ള നമ്മുടെ പ്രദർശനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വലിയ പീഡനമാണ് നമ്മുടെ ജില്ല ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഗുണ്ടകളുടെ വിളയാട്ടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അടിയന്തരാവസ്ഥയിൽ പീഡനം അനുഭവിച്ചവരുടെ ഓർമ്മയും അനുഭവവും കോർത്തിണക്കി പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്ന് പാട്ടിൻഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ P ഹരീന്ദ്രൻ പറഞ്ഞു. M ഹരീന്ദ്ര മാസ്റ്റർ, M സുരേന്ദ്രൻ, സംഘാടക സമിതി ചെയർമാൻ കാരായി രാജൻ, MC പവിത്രൻ, CK രമേശൻ, K ശശിധരൻ, K ധനഞ്ജയൻ, K മനോഹരൻ, മുഹമ്മദ് അഫ്സൽ, T ശബ്ന തുടങ്ങിയവർ പങ്കെടുത്തു. പണ്ട് ഹറാമായത് പലതും ഇന്ന് ഹലാലാവുകയാണെന്ന് KP മോഹൻ MLA. ലഹരി എന്ന ഹറാമിനെതിരെയാണ് ലോകം യുദ്ധം ചെയ്യേണ്ടതെന്നും മയക്കുമരുന്ന് മാഫിയ അനുദിനം കരുത്താർജിക്കുന്നത് ആശങ്കാജനകമാണെന്നും KP മോഹൻ MLA അഭിപ്രായപ്പെട്ടു. എക്സൈസ് വകുപ്പ്, വിമുക്തി മിഷൻ, ആരോഗ്യ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചുണ്ടങ്ങാപ്പൊയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിയായാലും മദ്യമായാലും ഹറാമാണ്. പണ്ട് ഹറാമായതൊക്കെ ഇന്ന് ഹലാലാവുകയാണ്. പുതിയ തലമുറയുടെ ചിന്താശേഷിയെയും അതുവഴി സമൂഹത്തെയും നശിപ്പിക്കുന്നതിന് ചില ശക്തികൾ ബോധപൂർവം ലഹരിയെ കൂട്ടുപിടിക്കുകയാണെന്നും MLA പറഞ്ഞു. താൻ ഇന്നുവരെ മദ്യമോ ലഹരിയോ ഉപയോഗിച്ചിട്ടില്ലെന്ന MLAയുടെ വാക്കുകളെ കയ്യടികളോടെയാണ് സദസ്സ് വരവേറ്റത്. പക്ഷെ അന്ന് ഹറാമായ പലതും ഇന്ന് ഹലാലായി മാറി. ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായത്, ഹലാൽ എന്ന് പറഞ്ഞാൽ സ്വീകാര്യമായത്. അപ്പോൾ ഹറാമായത് ഹറാമതില്ല, നമ്മൾ വാടേയില്ല. നമ്മളെന്തിന് പിന്നെ അതിൻ്റെ പിന്നാലെ പോകുന്നു? ഹറാം ഹറാമതില്ല. എൻ്റെ മനസ്സിൽ അന്ന് തറച്ചതാണ്, ഇത്തരം കാര്യങ്ങൾ ഹറാമാണ്, പാടില്ല. ഞാൻ ഇതുവരെ മയക്കുമരുന്നോ മദ്യമോ ഞാൻ ഉപയോഗിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിനൊക്കെ തന്നെ സ്വൈര്യം കിട്ടും. ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ സാധിക്കണം. അതോടൊപ്പം നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ആചാരാനുഷ്ഠാനങ്ങളും അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ഇസ്ലാമായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളൊക്കെ തന്നെ രാവിലെ എഴുന്നേറ്റ് സുബഹനിസ്കാരം നടത്തുന്നത് എത്ര നല്ല എക്സൈസാണ്. ഞാനും സുബഹനിസ്കാരം നടത്തുന്ന ഒരാളാണ്. 4:45 മുമ്പ് ചരക്കല്ലിൽ ചെരുപ്പിടാണ്ട് ഒരു യോഗ അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ മോഡൽ തന്നെ നടത്തുന്ന ഒരാളാണ്.
അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കും, മനസ്സിനും ശരീരത്തിനും ഗുണം. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ലഹരി. ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ അധ്യക്ഷനായി. ഡെപ്യൂട്ടി DMO ഡോക്ടർ രേഖ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ P. ശകുന്തള, എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ D. ഷൈനി, പഞ്ചായത്ത് അംഗം T. ധനലക്ഷ്മി, പ്രിൻസിപ്പൽ KK ബാലകൃഷ്ണൻ, ഡോക്ടർ VP ഷൈന, ഡോക്ടർ വിനീത ജനാർദ്ദനൻ, PTA പ്രസിഡന്റ് M. വിനോദൻ, പ്രധാനാധ്യാപിക M. ശ്രീരഞ്ജിനി, വിമുക്തി ജില്ലാ കോർഡിനേറ്റർ സുജിത് തിലങ്കരി എന്നിവർ സംസാരിച്ചു. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK സതീഷ് കുമാർ സ്വാഗതവും ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ T. സുധീഷ് നന്ദിയും പറഞ്ഞു. സൈക്കാട്രിക് നികിത വിനോദ് ക്ലാസ് എടുത്തു. ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയില്ലെന്ന് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ടവരെയും ലഹരി ഉൽപ്പന്നങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനായി ഞാൻ പ്രേരിപ്പിക്കും. കനത്ത കാറ്റിലും മഴയിലും ചമ്പാട് മേഖലയിൽ നാശനഷ്ടം. കാറ്റിൽ മേലെ ചമ്പാട്ട് സ്റ്റുഡിയോ തകർന്നു. ചമ്പാട് ചോദാവൂർ ഹൈസ്കൂളിന് സമീപം മരം വീണ് വീടിന് കേടുപാടുണ്ടായി. വൈകിട്ട് വീശിയടിച്ച ശക്തമായ കാറ്റിൽ മീത്തലെ ചമ്പാട് കണ്ണകി സ്റ്റുഡിയോവിൽ കനത്ത നാശനഷ്ടം. സ്റ്റുഡിയോവിന്റെ ഓടുകൾ പാറിപ്പോവുകയും സീലിംഗ് തകർന്നു വീഴുകയും ചെയ്തു. ക്യാമറ, കമ്പ്യൂട്ടർ എന്നിവയടക്കം നശിച്ചു. അരയാക്കൂൽ സ്വദേശിയായ ഉടമ ശ്രീനേഷ് കടയിലുണ്ടായിരുന്നെങ്കിലും ഓടി മാറിയതിനാൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. മേൽക്കൂര തകർന്നതിനാൽ മഴവെള്ളവും അകത്തെത്തി. AKPA പ്രവർത്തകരും സമീപത്തുള്ളവരും ചേർന്ന് സ്റ്റുഡിയോ റൂം ശുചീകരിച്ചു. ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി ശ്രീനേഷ് പറഞ്ഞു. ചോദാവൂർ ഹൈസ്കൂൾ ബ്ലോക്കിന് മുൻവശത്ത് ശ്രീനാരായണ മഠത്തിന് സമീപം വെള്ളോത്ത് പടിഞ്ഞാറയിൽ ഉമേഷ് ബാബുവിന്റെ വീടിന് മുകളിലാണ് മരം വീണത്. മേൽക്കൂരയിലെ ഓടുകൾ ഭൂരിഭാഗവും തകർന്നു. കഴിഞ്ഞ 1 മാസം മുമ്പാണ് ഞാലിയടക്കം മാറ്റിയതെന്നും ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായും ഉമേഷ് പറഞ്ഞു. തലശ്ശേരി മത്സ്യ മാർക്കറ്റിന് സമീപത്ത് തുറമുഖ വകുപ്പിന്റെ അധീനതയിലുള്ള കെട്ടിടത്തിലെയും പരിസരത്തെയും മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. ജനകീയ പങ്കാളിത്തത്തോടെ നടന്ന ശുചീകരണം നഗരസഭ ചെയർപേഴ്സൺ KM ജമുന റാണി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി മത്സ്യ മാർക്കറ്റിന് സമീപം തുറമുഖ വകുപ്പ് ജീവനക്കാർക്ക് താമസിക്കുന്നതിനായി പണിത 2 നില കെട്ടിടവും പരിസരവും കാടുമൂടി ലഹരി മാഫിയയുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി മാറിയിരുന്നു. ഒപ്പം വിവിധ ഭാഗങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ കൊണ്ടുവരാനുള്ള ഇടമായും പലരും ഈ ഭാഗത്തെ ഉപയോഗിച്ചു. വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും മാലിന്യ നിക്ഷേപം ഇടയാക്കിയിരുന്നു. നിരന്തരമായ ആവശ്യങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് കേന്ദ്രം ശുചീകരിക്കാൻ ഏവരും ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങിയത്. തലശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ പോർട്ട് ഉദ്യോഗസ്ഥർ, പോലീസ്, NCC, മത്സ്യത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, നഗരസഭാ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ ഉൾപ്പെടെ ബഹുജന പങ്കാളിത്തത്തോടെയാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. അധീനതയിലുള്ള ഈ ഒരു കെട്ടിടം പണി കഴിപ്പിച്ചിട്ടുള്ള വളരെ കാലമായിട്ട് ഇവിടെ ആളുകൾ ഉപയോഗിക്കാത്ത തരത്തിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഇത്തരത്തിൽ മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ളൊരു സ്ഥലമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇന്നിത് വൃത്തിയാക്കുന്നതോടുകൂടി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകളുടെയൊക്കെ സഹായത്തോടെയാണ് ഇത് വൃത്തിയാക്കുന്നത്. അപ്പോൾ അതിനുശേഷം പോർട്ട് അത് വളരെ കാര്യമായി തന്നെ അതിൻ്റെ സൗന്ദര്യത്തോടു കൂടി സംരക്ഷിക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നാണ് അവർ നേരത്തെ തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി അത് സാധ്യമാക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും സഹായിക്കണം. കാരണം ഇതൊരു വലിയ മെയിൻ മാർക്കറ്റിൻ്റെ അടുത്താണ്. ഇവിടെ ഇത്തരത്തിലുള്ള വൃത്തികേടുകളും അതുപോലെ തന്നെ മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുമ്പോൾ അത് പരിസരത്തുള്ള എല്ലാ ആളുകളുടെയും ആരോഗ്യത്തെയും അതുപോലെ തന്നെ മാനസികമായ പ്രവർത്തനങ്ങൾക്കൊക്കെ വിഘാതം സൃഷ്ടിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ളൊരു നല്ല കൂട്ടായ്മക്ക് എല്ലാവരും പങ്കാളികളായിക്കൊണ്ട് ഈ സ്ഥലം നല്ല സൗന്ദര്യത്തോടു കൂടി തന്നെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, ASP PB കിരൺ, പോലീസ് ഇൻസ്പെക്ടർ ബിജു പ്രകാശ്, വാർഡ് കൗൺസിലർ ഫൈസൽ പുനത്തിൽ, ക്ലീൻ സിറ്റി മാനേജർ N ബിന്ദുമോൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ശുചീകരണ പ്രവൃത്തിക്ക് ശേഷം പോർട്ട് ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് സ്ഥലം സംരക്ഷിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് കൂട്ടിയിട്ട് മുനിസിപ്പാലിറ്റിയും പോലീസും പിന്നെ പോർട്ടിൻ്റെ പിന്നെ ഇവിടുത്തെ ആയിട്ടുള്ള ജനങ്ങളുടെ ഉൾപ്പെടെ ഒരു നല്ല ഒരു
ജനകീയ ക്യാമ്പയിൻ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ ക്ലീനിങ് ഡ്രൈവ് നടക്കുന്നുണ്ട്. ഈ ക്ലീനിങ് ഡ്രൈവിൻ്റെ നടക്കാൻ ശേഷം ഇവിടെ ഒരു ലഹരിൻ്റെ എതിരായിട്ടുള്ള ഒരു നല്ലൊരു സ്ട്രോങ് മെസ്സേജാണ് ഞങ്ങൾ ഇന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ശുചിത്വമായിട്ടുള്ള പിന്നെ നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഇതൊരു മെയിൻറ്റെയിൻ ചെയ്യാനും ഞങ്ങൾ ഇന്ന് ശ്രമിക്കുന്നുണ്ട്. മൂല്യനിർണ്ണയത്തിൽ പിഴവ്. പാനൂരിൽ SSLC വിദ്യാർത്ഥിക്ക് A+ നഷ്ടമായതായി ആരോപണം. പാനൂർ PRM ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥി കൂറ്റേരി ശ്രീപുരത്തിൽ അശ്വിൻ സജീവാണ് പരാതിയുമായി രംഗത്തെത്തിയത്. മലയാളം 2ാം പേപ്പറിൽ മൂല്യനിർണ്ണയത്തിലുണ്ടായ പിഴവാണ് പ്രശ്നമെന്ന് കാണിച്ച് പരീക്ഷാഭവനിൽ പരാതി നൽകിയെങ്കിലും പ്രതികരണം ഇതുവരെ ലഭിച്ചില്ല. റിപ്പോർട്ട് കാണാം. പാനൂരിലെ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC പരീക്ഷ എഴുതിയ അശ്വിൻ സജീവിനാണ് മലയാളം 2ാം പേപ്പറിലെ മൂല്യനിർണ്ണയത്തിൽ പിഴവുണ്ടായതായി ഗുരുതരമായ പരാതിയുമായി രംഗത്തെത്തിയത്. മലയാളം 2ാം പേപ്പർ ഒഴികെ മറ്റെല്ലാ വിഷയങ്ങളിലും A+ നേടിയ അശ്വിന് ഈ വിഷയത്തിൽ ലഭിച്ചത് A ഗ്രേഡാണ്. ഇതേ തുടർന്ന് പുനർമൂല്യനിർണ്ണയത്തിനും ഉത്തരക്കടലാസിന്റെ ഫോട്ടോ കോപ്പിക്കും വേണ്ടി അപേക്ഷിച്ചു. ഉത്തരക്കടലാസിന്റെ കോപ്പി സഹിതം ലഭിച്ചപ്പോഴാണ് അപാകത മനസ്സിലായത്. 4 മാർക്കിന്റെ ആകെയുള്ള 6 ചോദ്യങ്ങളിൽ 5 എണ്ണം വിദ്യാർത്ഥി ശരിയായി ഉത്തരം എഴുതി നൽകിയിട്ടുണ്ട്. 13ാം ചോദ്യത്തിന് മൂല്യനിർണ്ണയാധ്യാപകൻ നൽകിയ 3 മാർക്ക് സ്കോർ ഷീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ഭാഗികമായി ഉത്തരം എഴുതിയ 14ാം ചോദ്യത്തിനും മാർക്ക് ചേർത്തിട്ടില്ലെന്നും മാതാവ് പരാതിപ്പെടുന്നു. വിദ്യാർത്ഥിയുടെ മാതാവും അധ്യാപികയുമായ P. ശ്രീജ സ്കൂൾ മുഖേന പരീക്ഷാഭവനിൽ പരാതി നൽകിയെങ്കിലും ആഴ്ചകൾ പിന്നിട്ടിട്ടും മറുപടി ലഭിച്ചിട്ടില്ല. വിദ്യാർത്ഥിക്ക് അർഹമായ മാർക്ക് ഉറപ്പാക്കണമെന്നും വീണ്ടും മൂല്യനിർണ്ണയം നടത്തണമെന്നും കുടുംബം പറയുന്നു. പരീക്ഷാഭവനിൽ നിന്നുള്ള പ്രതികരണമാണ് ഇനി കാത്തിരിക്കുന്നതെന്നാണ് കുടുംബം പറയുന്നത്. എനിക്ക് SSLC എക്സാമിന് എനിക്ക് 9A+ ഒരു A ആണ് ഉണ്ടായത്. ഈ A ഉണ്ടായത് മലയാളം 2nd പേപ്പറിനായിരുന്നു. ഞാൻ 10A+ കിട്ടുമെന്ന് കുറേ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ എന്തോ കാരണവശാൽ കിട്ടിയില്ല. പക്ഷേ നമ്മൾ ഫോട്ടോ കോപ്പിക്ക് റിവാലുവേഷൻ കൊടുത്തു. ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്തപ്പോൾ വീണ്ടും ഗ്രേഡ് ചേഞ്ചായി വന്നില്ല. നമ്മൾ ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്ത് ഫോട്ടോ കോപ്പി വന്നേരം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് A+നുള്ള മാർക്കുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ കുറച്ച് വിഷമമുണ്ടായി. കാരണം ഇത്രയും അനുമോദനങ്ങളും എല്ലാം മിസ്സായി. +1 അഡ്മിഷൻ്റെ കാര്യമൊന്നും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ കിട്ടേണ്ട അംഗീകാരം കിട്ടിയില്ല എന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ ഇപ്പോൾ പരീക്ഷാ ഭവനിലേക്ക് കംപ്ലയിൻ്റ് അയച്ചിട്ടുണ്ടെങ്കിലും കുറേ 2 ആഴ്ചയായിട്ട് ഒരു മറുപടി ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇനി എങ്ങനെയെങ്കിലും ഒരു മറുപടി എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതുവരെയായിട്ട് അവരുടെ ഭാഗത്തുനിന്നൊരു ഇതും ഉണ്ടായിട്ടില്ല. എങ്ങനെയെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഇത് കിട്ടിയാൽ എനിക്കൊരു അംഗീകാരം, എനിക്ക് കിട്ടേണ്ട അവകാശം കിട്ടിയെന്ന് എനിക്കൊരു തോന്നലുണ്ടാവും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3ാം സ്ഥാനവും BComൽ 7ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഓഫേർഡ്: BBA, BCom Finance, BCom Corporation, BA English. Newly added courses: BCA, BCom Logistics. Add-on courses: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. റിട്ടയർഡ് അധ്യാപകനും മാധ്യമപ്രവർത്തകനുമായ ശശീന്ദ്രൻ പാട്യം രചിച്ച വാഗ്ബടാനന്ദ ഗുരുദേവനും ആത്മവിദ്യാസംഘവും പുസ്തക പ്രകാശനം ഞായറാഴ്ച നടക്കും. കൂത്തുപറമ്പ് ട്രഷറിക്ക് സമീപം സിറ്റി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 3-നാണ് പ്രകാശനം നടക്കുക. വാഗ്ബടാനന്ദന്റെ ജന്മനാടായ പാട്യത്തു നിന്നുമാണ് പുസ്തകം പിറവിയെടുക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. പാട്യത്ത് ജനിച്ച വാഗ്ബടാനന്ദനെ കുറിച്ച് എഴുതാനുള്ള ആഗ്രഹം ഏറെ വർഷങ്ങളായി തന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുകയായിരുന്നെന്ന് ശശീന്ദ്രൻ പാട്യം പറയുന്നു. വളരെ ചെറുപ്പം മുതൽ വാഗ്ബടാനന്ദനെ കുറിച്ച് അച്ഛനിൽ നിന്നും മറ്റും ഞാൻ കേട്ടിരുന്നു. കുറച്ചുകൂടി വലുതായപ്പോൾ വാഗ്ബടാനന്ദ ഗുരുദേവ വിലാസം വായനശാല പത്തായക്കുന്നിലെ വായനശാലയുമായി ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ അവിടെ വെച്ച് വാഗ്ബടാനന്ദ ഗുരുദേവനെ കുറിച്ചുള്ള പല പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്.
കേൾക്കാറുണ്ട്. അതിനുശേഷം കോളേജ് പഠനകാലത്ത് KPA റഹീം മാസ്റ്ററുടെയും അതുപോലെ തന്നെ പാട്ടിൻ രാമകൃഷ്ണൻ മാസ്റ്ററുടെയും സുകുമാർ അഴീക്കോടിൻ്റെയും ഒക്കെ പ്രഭാഷണം കേൾക്കാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് വാഗ്ബടാനത്തിനോട് കുറച്ചുകൂടി വാഗ്ബടാനത്തിനെ കുറച്ചുകൂടി അറിയണം എന്നുള്ള താല്പര്യമുണ്ടായത്. അതിനുശേഷം ആത്മവിദ്യാസംഘത്തിൽ പ്രവർത്തിക്കുകയും പല പരിപാടികളിലും പങ്കെടുക്കുകയും ചെയ്തു. കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടായപ്പോൾ വാഗ്ബടാനത്തെക്കുറിച്ച് ഒരു പുസ്തകം രചിക്കണമെന്ന ഒരു താല്പര്യം അന്നേ ഉണ്ടായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവിന്റെ പേരമക്കളായ സുജാതയെയും സുഗതനെയും പരിചയപ്പെട്ടതാണ് പുസ്തകം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് തന്നെ എത്തിച്ചതെന്ന് ശശീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് അതിൻ്റെ ശ്രമം തുടങ്ങുകയും ഏകദേശം ഒരു 100-100ഓളം പേജ് എഴുതി KPA റഹീം മാസ്റ്റർ എടുക്കുക ഞാൻ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. റഹീം മാസ്റ്റർ അത് വായിച്ചിട്ട് പറഞ്ഞ് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. പിന്നെ അതവിടെ വിടുകയാണ് ഉണ്ടായത്. എന്നാലും കൂടുതൽ വാഗ്ബടാനത്തിനെ കുറിച്ചുള്ള ലേഖനങ്ങളും മറ്റും അക്കാലത്തെ പല മാസികകളിലും മറ്റും എഴുതിയിട്ടുണ്ടായിരുന്നു. വാഗ്ബടാനത്തിനെ കുറിച്ച് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഗൗരവതരമായ പഠനങ്ങൾക്ക് ദിശാബോധം പകരുന്ന ജീവചരിത്ര ഗ്രന്ഥമാണ് ശശീന്ദ്രൻ പാട്ടത്തിന്റെ വാഗ്ബടാനന്ദ ഗുരുവും ആത്മവിദ്യാ സംഘവും. വാഗ്ബടാനന്ദനോടും അദ്ദേഹത്തിന്റെ ആത്മപ്രസ്ഥാനങ്ങളോടും ഏറെ ഇഷ്ടമുള്ള സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് എഴുത്തുകാരൻ. കേരള കൗമുദി പാനൂർ ലേഖകനാണ്. ഡോക്ടർ PP ഷാജുവാണ് പുസ്തകത്തിന്റെ അവതാരിക എഴുതിയത്. കൈരളി ബുക്സാണ് പുസ്തകത്തിന്റെ പ്രസാധകർ. പുസ്തകത്തിന്റെ പ്രകാശനം ഞായറാഴ്ച വൈകിട്ട് 3-ന് കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടക്കും. വിഖ്യാത നോവലിസ്റ്റ് M. മുകുന്ദൻ പ്രകാശനം നിർവഹിക്കും. ചടങ്ങിൽ KP മോഹനൻ MLA അധ്യക്ഷനാവും. മമ്പറം HSS മാനേജർ മമ്പറം P. മാധവൻ പുസ്തകം ഏറ്റുവാങ്ങും. ULCCS ചെയർമാൻ പാലേരി രമേശൻ മുഖ്യാതിഥിയാകും. ഡോക്ടർ വിജയൻ ചാലോട് പുസ്തക പരിചയം നടത്തും. സുന്ദരേശൻ തളത്തിൽ സ്വാഗതവും T. സജീവൻ നന്ദിയും പറയും. കതിരൂർ GVHSSൽ വായനാ പക്ഷാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ സോമൻ കടലൂർ ഉദ്ഘാടനം ചെയ്തു. കതിരൂർ GVHSSൽ വായനാ പക്ഷാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. സാഹിത്യകാരൻ ഡോക്ടർ സോമൻ കടലൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ചിത്രശലഭമുണ്ട്, പൂമ്പാറ്റുണ്ട്. ഇത് ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ ബട്ടർഫ്ലൈ കൂടിയിട്ടാണ്. അപ്പോൾ ടീച്ചർ ചോദിച്ചത് മലയാളം മീഡിയം ക്ലാസ്സിലാണ്, എന്താണ് മക്കളെ പൂമ്പാറ്റയ്ക്ക് 2 പേര്? അപ്പൊ എല്ലാ കുട്ടികളും ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ഉത്തരവില്ലാതിരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു മോള് പറഞ്ഞു, ടീച്ചറെ ഞാൻ പറഞ്ഞു നോക്കട്ടെ. അപ്പൊ അവളെ പ്രോത്സാഹിപ്പിച്ചപ്പോ പറയാൻ അനുവദിച്ചപ്പോ അവൾ പറഞ്ഞെന്നറിയാം, ടീച്ചറെ അതിൽ പൂമ്പാറ്റ എന്നത് അതിന്റെ വീട്ടിൽ വിളിക്കുന്ന പേര്, ചിത്രശലഭം എന്നത് അതിന്റെ സ്കൂളിലെ ഔദ്യോഗികമായ രജിസ്റ്റർ പേരായിരുന്നു. ടീച്ചർ ഞെട്ടിപ്പോയി. കാരണം ആ ഉത്തരവൊന്നുമില്ല, ടീച്ചർ വെറുതെ ചോദിച്ചാ പാടെ കുഞ്ഞുകൂടെ കെട്ടിയും പിടിച്ച് ആ ഉത്തരത്തിന്റെ ആഴങ്ങൾ ആലോചിക്കാൻ. പൂമ്പാറ്റയ്ക്ക് വീടുണ്ടെന്നും പൂമ്പാറ്റയ്ക്ക് അച്ഛനമ്മമാരുണ്ടെന്നും പൂമ്പാറ്റയ്ക്ക് സ്കൂളുണ്ടെന്നും പൂമ്പാറ്റയ്ക്ക് ടീച്ചേഴ്സ് ഉണ്ടെന്നും പൂമ്പാറ്റയ്ക്ക് കൂട്ടുകാരുണ്ടെന്നും പൂമ്പാറ്റ മനുഷ്യനാണെന്നും പൂമ്പാറ്റയ്ക്ക് സ്വപ്നങ്ങളുണ്ടെന്നും പൂമ്പാറ്റ തന്നെ പോലെ യൂണിഫോം ധരിച്ച ഒരു കുഞ്ഞു മോളാണെന്നുള്ള തോന്നലുണ്ടാക്കുന്ന രീതിയിൽ പച്ചയിലേക്കും പടർപ്പിലേക്കും പടർന്നു വരിക മനോഹരമായ സുന്ദരമായ ഉത്തരമാണ് ടീച്ചറെ. പൂമ്പാറ്റ എന്നത് അതിന്റെ വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കുന്നു. ഉത്തരല്ലേ? സ്കൂൾ പ്രധാനാധ്യാപിക T. സീന അധ്യക്ഷയായി. തലശ്ശേരി നോർത്ത് BPC KK ചന്ദ്രമോഹൻ, അബ്ദുൾ ലത്തീഫ്, V. അനിൽകുമാർ, P. നിഷ, K. സുനിത, MM നിഷ, RM ഷീബ, A. സന്ധ്യ, അജിത ചെള്ളത്ത് എന്നിവർ സംസാരിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാന വിതരണവും അമ്മ വായനാ മത്സരത്തിൽ വിജയികളായ അമ്മമാർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സായി നന്ദ കാവ്യാലാപനം നടത്തി. പിണറായി AKG മെമ്മോറിയൽ GHSS വിമുക്തി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ വാരാചരണ ഉദ്ഘാടനവും കൂട്ടായ്മയും നടത്തി. പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. പിണറായി AKG മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ വാരാചരണ ഉദ്ഘാടനവും കൂട്ടായ്മയും നടന്നു. പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ ഉദ്ഘാടനം ചെയ്തു. വലിയ പോരാട്ടമാണ് നമ്മളാകെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ പോരാട്ടം ആരംഭിച്ചിട്ട് വർഷങ്ങളായി. ഇനി ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഒരു ലഹരിമുക്ത ലോകത്തിനു വേണ്ടിയുള്ള ഏറ്റവും നല്ല പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിലുടനീളം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിന് നേതൃപരമായ പങ്കുവഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും ചെറിയ, ഏറ്റവും പ്രായം കുറഞ്ഞ മക്കൾ മുതൽ ഏറ്റവും ഉയർന്ന പ്രായക്കാർ വരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മക്കളിൽ നിന്ന് ആരംഭിക്കുന്നതിന് വേണ്ടി സാധിക്കാം. ഭാവി തലമുറയെ കണ്ടുകൊണ്ടുള്ള വലിയൊരു പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ ആകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാർഡ് കൗൺസിലർ എ ദീപ്തി അധ്യക്ഷയായി. പ്രധാനാധ്യാപകൻ ഡോക്ടർ വി ജയേഷ് സ്വാഗതം പറഞ്ഞു. പ്രതിജ്ഞാ സ്റ്റാമ്പ് പ്രകാശനവും കെ രാജീവൻ നിർവഹിച്ചു. വിമുക്തി ജോയിന്റ് സെക്രട്ടറി എ ഋതുനന്ദ് സ്റ്റാമ്പ് ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് എ അനിൽകുമാർ, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ സമീർ, സ്കൂൾ വിമുക്തി ക്ലബ്ബ് കൺവീനർ MA അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃതീയ അരവിന്ദ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് MES ബാവ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്യാമ്പയിനും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് ലഹരിക്കെതിരെ എന്ന പേരിൽ ഫ്ലാഷ് മോബും ലഘുലേഖ വിതരണവും നടത്തിയത്. തലശ്ശേരി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ KM ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ശേഷം എനിക്ക് എങ്ങനെയെങ്കിലും ഇത് മുക്തമാകണം എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്ന പല ആളുകളുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും കരകയറാൻ പറ്റില്ല. 100% നിങ്ങൾക്ക് എഴുതി തരാം, നിങ്ങൾ എഴുതി വെച്ചോളൂ ഞാൻ പറയുന്ന വാക്കുകൾ. MDMA പോലുള്ള മാരക വസ്തുക്കൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് തിരിച്ചു കരകയറാൻ പറ്റില്ല. ഒരു കാരണവശാലും എനിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണം തോന്നുമ്പോൾ നിങ്ങളെ ഇപ്പോൾ 16 വയസ്സോ 15 വയസ്സുള്ള ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചൈൽഡ് ലാൻഡ് ഹാൻഡിങ് ഓവർ ചെയ്തു. ആ പയ്യൻ 9ാം ക്ലാസ് മുതൽ കഞ്ചാവും അടിക്കാൻ തുടങ്ങിയതാണ്. 9ാം ക്ലാസ് മുതൽ ഇന്നലെ പിടിച്ചു. അപ്പോൾ അവൻ പറയുന്നതാണ്, അതായത് തിരിച്ച് കരകയറാൻ പറ്റില്ല. അവന് ഒരു ജീവിതത്തിൽ ഒരു കാരണവശാലും തിരിച്ച് കരകയറണം എന്നുള്ള ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അതിലൊരിക്കലും നിങ്ങൾക്ക് കയറാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അതാണ് അതിൻ്റെ കെമിക്കൽ ഉണ്ടാക്കുന്ന മരുന്നുണ്ടാക്കുന്ന കെമിക്കലിൻ്റെ റിയാക്ഷൻ തന്നെയാണ് നമ്മുടെ ബോഡിയെ ശരീരത്തെ മൊത്തം തളർത്തുകയാണ്. ഒരു നിശ്ചിത ഏജ് എത്തുമ്പോഴേക്കും ഇന്നൊരു 60 വയസ്സ് 70 വയസ്സ് വരെയൊക്കെ പ്രായമുള്ള 70 വയസ്സ് കഴിഞ്ഞ് പ്രായത്തിൽ മരിക്കേണ്ട സന്ദർഭത്തിൽ നിങ്ങൾ 25, 26, 27 വയസ്സ് എത്തുമ്പോഴേക്കും ആൾ മരിച്ചു പോവാണ്. കാരണം എന്തുകൊണ്ടാണ്? ഹാർട്ട് അറ്റാക്കാണ് വരുന്നത്. ഇത് ശരീരത്തിൻ്റെ ഞരമ്പുകളെയൊക്കെ ശോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലോടുന്ന ബ്ലഡിനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് പിന്നെ ജീവിതത്തിൽ ഒരു സഡൻ ലിമിറ്റ് എത്തുമ്പോഴേക്കും നിങ്ങൾ അത്ര പെട്ടെന്ന് കുഴഞ്ഞുകൊണ്ട് മരിച്ചു പോകും. തലശ്ശേരി റെയിൽവേ ചീഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ MC രാജീവൻ ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഫാത്തിമത്തുൽ മുബീന ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ്. ഞാൻ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ തലശ്ശേരി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മനോജ് കുമാർ KV, കോൺസ്റ്റബിൾ വിഷ്ണുരാജ് B എന്നിവർ സംസാരിച്ചു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ മഞ്ചേരി M സ്വാഗതവും KK സുനിൽ നന്ദിയും പറഞ്ഞു. ലഹരിക്കെതിരെ ഒരു തുറന്ന യുദ്ധം എന്ന പേരിൽ MES വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ശ്രദ്ധേയമായി.
അൻവർ PB, AG ജസീല, A ലീന, T അമ്പിളി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പാനൂർ ലയൺസ് ക്ലബ്ബിൽ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും നടന്നു. സൂരജ് ധർമാലയം പ്രസിഡന്റായും അഡ്വക്കേറ്റ് KJ നിഷാന്ത് സെക്രട്ടറിയായും P ജയേഷ് ഖജാൻജിയായും സ്ഥാനമേറ്റു. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ വിമൻ മെമ്പർഷിപ്പ് എൻഹാൻസ്മെന്റിലായാലും എല്ലാ കാര്യത്തിലും അപ്പോൾ നിങ്ങൾ ക്ലബിൻ്റെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു വിമൻ ഗെറ്റ് ടുഗദർ, ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കണം. എല്ലാവരും വിളിക്കുക, എല്ലാവരും നല്ല രീതിയിൽ ബന്ധപ്പെടുക, അവരൊക്കെ മീറ്റിങ്ങിൽ വരുത്താനുള്ള ഒരു സൗകര്യം ചെയ്യുമല്ലോ. താങ്ക് യു. Now I request Joint Secretary Lion Valsa Thilagan. Then പ്രസിഡന്റ് പ്രകാശൻ കിഴക്കയിൽ അധ്യക്ഷനായി. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ഷാജി ജോസഫ്, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ S ബിജോയ്, റീജിയണൽ ചെയർമാൻ P സുദേശ്, സജീവ് മാണിയത്ത്, സോൺ ചെയർമാൻ P പവിത്രൻ മാസ്റ്റർ, K കൃഷ്ണൻ മാസ്റ്റർ, KP ജയചന്ദ്രൻ, സൂരജ് ധർമാലയം, അഡ്വക്കേറ്റ് KJ നിഷാന്ത്, അനൂപ് കേളോത്ത് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി സൂരജ് ധർമാലയത്തെ പ്രസിഡന്റായും അഡ്വക്കേറ്റ് KJ നിഷാന്തിനെ സെക്രട്ടറിയായും P ജയേഷിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ലേഡി ലയൺസ് ഫോറം പ്രസിഡന്റായി സീബ ബിജോയെയും സെക്രട്ടറിയായി ഗീതാകൃഷ്ണനെയും ട്രഷററായി മോളി വർക്കിയെയും തെരഞ്ഞെടുത്തു. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സേവന പ്രവർത്തനങ്ങൾ നടത്തിയ KP ജയചന്ദ്രനെ പ്രത്യേക ഉപഹാരം നൽകി ആദരിച്ചു. പാനൂർ ലയൺസ് ക്ലബ്ബിൽ 35 വർഷം പൂർത്തിയാക്കിയ E സുകുമാരൻ, T കൃഷ്ണൻ എന്നിവരെയും 25 വർഷം പൂർത്തിയാക്കിയ K കൃഷ്ണൻ മാസ്റ്റർ, രാജൻ നമ്പ്യാർ എന്നിവരെയും ഗവർണർ ആദരിച്ചു. ജില്ലാ സ്പോർട്സ് മീറ്റ് വിജയി T സിനി, സർഗസംഗമം വിജയി നിരവ്യ ജയേഷ് എന്നിവരെയും അനുമോദിച്ചു. അന്തരിച്ച മുൻ അംഗം ജയതിലകന്റെ ഫോട്ടോ അനാച്ഛാദനം ഗവർണർ നിർവഹിച്ചു. പ്രവാസി കൂട്ടായ്മയായ ഹരിതം ഫൗണ്ടേഷന്റെ 3ാമത് CH മുഹമ്മദ് കോയ ബഹുമുഖ പ്രതിഭാ പുരസ്കാരത്തിന് മലപ്പുറം അരീക്കോട് സ്വദേശിനി ജഷീല സഫീർ മാമ്പുഴ അർഹയായി. എഴുത്തുകാരിയും ചിത്രകാരിയും ഗാനരചയിതാവുമായ ജഷീലയുടെ വിവിധ മേഖലകളിലുള്ള സർഗസിദ്ധി പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നതെന്ന് കൺവീനർ VTK മുഹമ്മദ് അറിയിച്ചു. ചിത്രകാരൻ ഫിറോസ്, ഗാനരചയിതാവ് രമേഷ് കാവിൽ, പ്രവാസി എഴുത്തുകാരൻ PK റസീന എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. ഞാൻ അനൂപി, നീ അനാമിക, എന്നെ തിരയുന്ന ഞാൻ എന്നീ 2 പുസ്തകങ്ങൾ പുറത്തിറക്കിയ ജഷീല മറ്റൊരു നോവലിന്റെ പണിപ്പുരയിലാണ്. ജാസ് മാമ്പുഴ എന്ന പേരിൽ ജഷീലയുടെ നിരവധി പാട്ടുകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ ചിത്രപ്രദർശനവും നടത്തിയിട്ടുണ്ട്. ജൂലൈ അവസാന വാരം പുരസ്കാരം കോഴിക്കോട് ചേർന്ന ചടങ്ങിൽ സമ്മാനിക്കും. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ.
വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്ന വരിയാങ്കണ്ടിയിൽ അനിൽകുമാർ മാസ്റ്ററുടെ 1ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. കുന്നോത്ത് പറമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. കുന്നോത്ത് പറമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനിൽകുമാർ മാസ്റ്ററുടെ 1ാം ചരമവാർഷികം ആചരിച്ചത്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. DCC ജനറൽ സെക്രട്ടറി KP സാജു അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരുമിച്ച് പ്രവർത്തിക്കാനും സാധിച്ച ഒരാളാണ്. നമ്മുടെ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച ഒരു ആളായിരുന്നു ശ്രീകുമാർ. ഭരണം കോളേജിൽ KSUവിൻ്റെ പ്രവർത്തനത്തിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് നേരത്തെ ആളുകൾ സൂചിപ്പിച്ചതുപോലെ വിവിധ കാലഘട്ടങ്ങളിലായി അദ്ദേഹം പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും പാർട്ടി എന്നുള്ളൊരു വികാരം പ്രകടമായി. C പുരുഷ മാസ്റ്റർ, TC കുഞ്ഞിരാമൻ മാസ്റ്റർ, P ഭരതൻ മാസ്റ്റർ, P രാജൻ, KK സനൂപ്, അജീഷ് കണ്ണങ്കോട്, പൂക്കുഞ്ഞിക്കോയ തങ്ങൾ, ഭരതൻ തറപ്പുറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ഷോറൂമിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. കാൾടെക്സ് പരിസരത്ത് നടന്ന റാലി കണ്ണൂർ ട്രാഫിക് പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ഷോറൂമിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ റാലി കണ്ണൂർ ട്രാഫിക് പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ലഹരി വിരുദ്ധ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫാമിലി അംഗങ്ങളുടെയും മാനേജ്മെന്റിന്റെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലിയും കണ്ണൂർ കാൾടെക്സിൽ നടന്നു. കണ്ണൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ AGM സുബൈർ, ഷോറൂം മാനേജർ അഭിജിത്ത്, ഓപ്പറേഷൻ മാനേജർ ജിതിൻ രാജ്, സാബിത്ത് അഷ്കർ, നിസാർ, ഇർഷാദ് എന്നിവർ പങ്കെടുത്തു. കടുവത്തൂർ തണ്ടപ്പറമ്പ് LP സ്കൂളിൽ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ശൃംഖലയും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. തൃപ്പങ്ങോട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപമാണ് പരിപാടി നടന്നത്. തൃപ്പങ്ങോട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം നടന്ന പരിപാടി തൃപ്പങ്ങോട്ടൂർ വില്ലേജ് ഓഫീസർ E രജീഷ് ഉദ്ഘാടനം ചെയ്തു. തൃപ്പങ്ങോട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ CP രാജേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രധാനാധ്യാപകൻ VM നൌഫൽ, ഹരീഷ് കടവത്തൂർ, KTK രാഘവൻ, ക്ലബ്ബ് കൺവീനർ ഫാത്തിമ നൂഹ, ഹംദ മുജീബ്, K ഷീജ, പ്രിൻസി പൊയിൽ, സുഹൈല, രേഷ്മ, റൈഹാനത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെസ്ല ഷെറിൻ, N ഷീജ, അസ്വ ഫാത്തിമ, ഐഷ സനൂബിയ, മെഹബിൻ മറിയം, നഫീസ, നിഷ, ഹുസ്ന, മിന്നാഹ്, ഇനായ, മർവ, സൗമ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കാളികളായി. ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായിട്ടാണ് തണ്ടപ്പറമ്പ് LP സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയുമായി സഹകരിച്ച എല്ലാവരെയും ആദ്യം തന്നെ വിദ്യാലയത്തിന് വേണ്ടി പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മുടെ സമൂഹത്തിലെ
ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വരും തലമുറയെ എല്ലാ ദുരന്തങ്ങളെക്കാളും നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് വിപത്താണ് ലഹരിയുടെ ഉപയോഗം. ഓരോ കുട്ടിയുടെയും ജീവിതത്തിലേക്ക് ഹരമായും ഉന്മാദമായും ഒറ്റ ചങ്ങാതിയായും മൃദുവാസത്തോടെ പഠിക്കാതെ വരുന്ന ലഹരി മരുന്ന് ഏത് വിധേനയായാലും വൺ കേരള ആർട്ടിലറി ബാറ്ററി NCCയുടെ കീഴിലുള്ള രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വ്യത്യസ്തമായ പരിപാടികൾ നടന്നു. ലഹരിക്കെതിരെ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഫസ്റ്റ് ഇയർ NCC കേഡറ്റുകൾ സൂംബ ഡാൻസ് അവതരിപ്പിച്ചു. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും തുടർ പരിശീലനം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് കേഡറ്റുകൾ പ്രദർശനം നടത്തിയത്. മുഴുവൻ കേഡറ്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ലഹരിവിരുദ്ധ റാലിയും നടന്നു. സ്കൂൾ പ്രധാനാധ്യാപിക N. സ്മിത റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഡെപ്യൂട്ടി പ്രധാനാധ്യാപകൻ ഉദയകുമാർ K, NCC ഓഫീസർ TP രാവിദ്, ആർമി ഓഫീസർമാരായ ഹവിൽദാർ ജയറാം, നായിക് കിരൺ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മുഴുവൻ കേഡറ്റുകളും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ ആറളം ഫാമിൽ മിന്നലേറ്റ് കള്ളുചെത്ത് തൊഴിലാളി മരിച്ചു. മരിച്ചത് ആറളം പുനരധിവാസ മേഖലയിലെ 12ാം ബ്ലോക്കിൽ താമസിക്കുന്ന രാജീവൻ. കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം PV രാഘവലു. അടിയന്തരാവസ്ഥയേക്കാൾ ഗൗരവതരമാണ് കഴിഞ്ഞ 11 വർഷമായി തുടരുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്നും BV രാഘവലു. പണ്ട് ഹറാമായത് പലതും ഇന്ന് ഹലാലാവുകയാണെന്ന് KP മോഹൻ MLA. ലഹരി എന്ന ഹറാമിനെതിരെയാണ് ലോകം യുദ്ധം ചെയ്യേണ്ടതെന്നും MLA. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.